ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. നിങ്ങളൊരു സിംഗിൾ ആയിട്ടുള്ള 90s കിഡ്സ് ആണെങ്കിൽ ദയവ് ചെയ്ത് ഈ വീഡിയോ നിങ്ങൾ കണ്ണു തുറന്ന് കാണാൻ പാടില്ല. നിങ്ങൾ ഈ വീഡിയോ മുഴുവൻ കണ്ണു തുറന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഏത് നേരം ഡിപ്രഷൻ അടിച്ച് കരഞ്ഞോണ്ടിരിക്കുന്ന കാണുമ്പോൾ നിങ്ങൾ അമ്മക്ക് ദേഷ്യം വരും. അങ്ങനെ നിങ്ങളെ മാതാശ്രീ ഒരു പേനെടുത്ത് തലക്കടിക്കും. അങ്ങനെ നിങ്ങളെ തലയിൽ നിന്ന് കുറെ ചോര വരും. അങ്ങനെ കരഞ്ഞ് നിങ്ങളെ തലയിൽ ചോര മൊത്തം ഒലിച്ചു പോകും. അങ്ങനെ തലച്ചോറിൽ ചോര ഇല്ലാണ്ട് വരുമ്പോൾ നിങ്ങൾക്ക് ക്യാൻസർ വരും. ക്യാൻസർ വന്ന് നിങ്ങളെ തലയിലെ മുടിയെല്ലാം കൊഴിഞ്ഞു പോകും. മുടിയില്ലാത്ത നിങ്ങൾക്ക് പിന്നെ ജന്മത്ത് പെണ്ണ് കിട്ടുകയില്ല. അങ്ങനെ നിങ്ങൾ അവസാനം ഒരു വാഴേനെ കല്യാണം കഴിച്ച് അന്ന് തന്നെ നിങ്ങളെ തലയിൽ ഒരു തേങ്ങ വീണ് നിങ്ങൾ ചത്തുപോകും. ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ. അതുകൊണ്ട് നിങ്ങളൊരു സിംഗിൾ ആയിട്ടുള്ള 90s കിഡ് ആണെങ്കിൽ ദയവ് ചെയ്ത് ഈ വീഡിയോ കണ്ണു തുറന്ന് കാണാൻ പാടില്ല. ഇൻ ദിസ് വീഡിയോ വി ആർ ഗോണ ടോക്ക് അബൌട്ട് എള്ളോളം തരി പൊന്നെന്തിനാ തരി തഞ്ചാവൂരി പട്ടന്നില. ആ ഒരു ട്രെൻഡ് 2018 കഴിഞ്ഞു പോയതാണ്. പക്ഷെ ചെറിയ പിള്ളേർക്ക് ആ ഒരു ട്രെൻഡ് തിരിച്ചു കൊണ്ടുവന്നു. ഡിസ്ക്ലൈമർ, ദിസ് വീഡിയോ ഈസ് ഓൺലി മെയ്ഡ് ഫോർ എന്റർടൈൻമെന്റ് പർപ്പസ്. അതിനു മുമ്പ് എല്ലാ പരിപാടിയും തുടങ്ങുന്നതിന് മുമ്പ് എയറിൽ നിൽക്കുന്ന ഒരു ചേച്ചിനെ നമുക്ക് ബഹിരാകാശത്തേക്ക് കയറ്റിവിടാം ഗൈസ്. ശരി, കണ്ടില്ല. ശരി, ഈ വീട്ടിലുള്ള പെങ്കൊച്ച് അത് കണ്ടിട്ട് പറയാം, ഞങ്ങൾ ഇവിടെ വേറെ എന്തോ കാർ ഒതുക്കിയിട്ട് വേറെ എന്തോ പരിപാടിയായിരുന്നു. ഇവിടെ ഭാര്യയും ഭർത്താവാണെന്നുള്ള അറിഞ്ഞില്ല. ആരും ആയിക്കോട്ടെ. ഇതെന്താ സംഭവം അറിയാത്തവർക്ക് ഞാൻ പറഞ്ഞു തരാം. ഏതോ ഒരു ഭാര്യയും ഭർത്താവും കൂടി ഏതോ ഒരു റോഡ് സൈഡിൽ കൊണ്ടുവന്ന് കാറ് പാർക്ക് ചെയ്തു. അതിന്റെ ഇടയിൽ ഒരു വള്ളി പെണ്ണ് വന്നിട്ട് ഇത് കണ്ട് ഇവര് മറ്റേത് ചെയ്ത് ഇവര് മറിച്ചത് ചെയ്തെന്ന് പറഞ്ഞു. ശരിക്കും അവര് മാരീഡ് ആണ്. ഇതൊന്നും അറിയാണ്ടാണ് ഈ 2K ചേച്ചി സദാചാരം ചെയ്തത്. ഞങ്ങൾ എന്ത് ചെയ്യുന്നുള്ളത് നിങ്ങൾ പറയും. അവൾ കണ്ട കാര്യം പറഞ്ഞു. എന്ത് ചെയ്യുന്നുള്ളത് പറയും നിങ്ങൾ. ഇല്ല, സൗകര്യമില്ല. എനിക്ക് എന്റെ അവകാശം, മര്യാദ എന്നല്ല എന്റെ അവകാശം. എന്താ പറ, വീടിന്റെ വഴിയിൽ എന്ത് വന്ന് കിടക്കുന്നു? ഞാൻ ഇയാളെ വീടിന്റെ വഴിയാണോ ഇത്? ഞാൻ എന്ത് കണ്ട് കാര്യമായിട്ട് എന്തോ കണ്ട് എന്ന് പറയുന്നുണ്ട്. പക്ഷെ എന്തെന്ന് കണ്ടതെന്ന് പറയുന്നില്ല. അത് അച്ചുവ റോഡൊന്നുമല്ല. ആ റോഡിൽ അവർ ടാക്സ് അടച്ചിട്ട് തന്നെയാണ് വണ്ടി ഓടിക്കുന്നത്. അതേ റോഡ് സൈഡിലാണ് അവർ കാർ പാർക്ക് ചെയ്തത്. പിന്നെ ഈ പെണ്ണിന് എന്തെന്ന് പ്രശ്നം? അച്ചുവക റോഡാണെങ്കിൽ അവിടെ ബോർഡ് എഴുതി വെക്കും. ഞാൻ ഹോസ്പിറ്റലിൽ പോയിട്ട് BP ലോ ആയിട്ട് വന്ന് കിടക്കുന്നു. ഇവിടെ വന്ന് കിടന്നപ്പോൾ ഇവര് വന്നിട്ട് നമ്മുടെ പോയാൽ വീടിന്റെ വാറൊക്കെ കിടന്നിട്ട് ഇവർ എന്താ കാണിക്കുന്നതെന്ന് ചോദിക്കുക. എന്താ ഇത്? എന്റെ റൈറ്റാ. എന്താ കാര്യം? അതെന്താ സംഭവം? എടുക്കുക, എവിടെ പോകുന്നുള്ള നോക്കാം. അവര് വയ്യാണ്ട് ഹോസ്പിറ്റലിൽ അവിടെ പോയി വരെയെന്ന്. അതിന്റെ ഇടയിലാണ് ഒരു പെണ്ണ് വന്ന് ഇങ്ങനെ ഒരു വള്ളി പിടിക്കുന്നത്. അത് അവരെ പൈസക്ക് വാങ്ങിയ വണ്ടിയാണ്. അത് അവർ ടാക്സ് അടക്കുന്ന റോഡാണ്. ആ റോഡ് സൈഡാണ് ഇവർ വണ്ടി ഒതുക്കിയിട്ടത്. അതിന് ഈ സദാചാര ടീംസിന് എന്താണ് പ്രശ്നം? ഇത് 2025 ഇതിൽ ഏത് യൂണിവേഴ്സിൽ നിന്നാണ് കെട്ടിയെടുത്തത്? ഏത് പ്ലാനറ്റിലാണ് ഇതെല്ലാം ജീവിക്കുന്നത്? ഇതിനെ കണ്ടു കഴിഞ്ഞാൽ മനുഷ്യൻ തന്നെ. പക്ഷെ ഇതിന്റെ വർത്താനം കേട്ട് കഴിഞ്ഞാൽ ഏലിയനാന്ന് തോന്നുന്നു. ഭാര്യയോ ഭർത്താവോ ആരും ആയിക്കോട്ടെ, അവരെ പ്രൈവസിയിൽ എത്തിയൊക്കെ കൊണ്ട് കൊണയടിക്കുന്നു. 2K ഇടയിൽ ഇതുവരെ സദാചാരം ഉണ്ടായിട്ടില്ല. അതിന്റെ കുറവും കൂടി ഉണ്ടായിട്ടില്ലോ. അത് ഇപ്പൊ റെഡി. ചേച്ചിക്ക് പെണ്ണ് കിട്ടാത്തതിന്റെ സോറി പെണ്ണല്ല ചേച്ചിക്ക് ആണ് കിട്ടാത്തതിന്റെ പ്രശ്നമാണെന്ന് തോന്നുന്നു. ഇല്ല, സൗകര്യമില്ല. എനിക്ക് എന്റെ അവകാശം, മര്യാദ എന്നല്ല എന്റെ അവകാശം. എന്താ പറ, വീടിന്റെ വഴിയിൽ എന്ത് വന്ന് കിടക്കുന്നു? ഞാൻ വീഡിയോ ഓഫ് ചെയ്ത് അതൊരു മര്യാദയാണ്. എന്ത് മര്യാദ? അവർ റോഡ് സൈഡിൽ നിൽക്കുമ്പോൾ അങ്ങോട്ട് പോയി നിങ്ങൾക്ക് വള്ളി പിടിക്കാൻ പറ്റുമെങ്കിൽ അവർക്ക് എന്തുകൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റൂല? കമന്റ് ബോക്സിൽ കുറെ പൊട്ടന്മാർ കിടന്ന് ന്യായീകരിക്കുന്നുണ്ട്. നിങ്ങളല്ല ഏത് പ്ലാനറ്റിലാണ് ജീവിക്കുന്നത്? റോഡ് വീടിയാന്നിരിക്കുന്നത്, ഇവരെ വീട് അങ്ങ് ആടെയാന്നിരിക്കുന്നത്. ഇതെങ്ങനെ വീടിന്റെ വഴിയാവും? എന്നാ പിന്നെ അവിടെ എഴുതി വെക്ക്, ഇത് ഞങ്ങളെ വീടിന്റെ വഴിയാണ്, ആരും ഇതിലെ പോകാൻ പാടില്ല. അങ്ങനെ എഴുതി വെക്ക്. സർക്കാർ വക റോഡായത്. അതേ റോഡിന്റെ സൈഡിലാണ് അവർ കൊണ്ടുവന്ന് വണ്ടി പാർക്ക് ചെയ്തത്. ഇവർ ഈ പറയുന്നതിൽ എന്ത് ലോജിക്കാന്നില്ലത്? ഒന്നാമത്തെ കാര്യം, അവർ രണ്ടാളും ഹോസ്പിറ്റലിൽ പോയി വയ്യാണ്ടാണ് അവിടെ വന്ന് കിടക്കുന്നത്. അതിന്റെ ഇടയിലാണ് ഇങ്ങനെ ഒരു വള്ളി കൊണ്ടുവന്ന് ഉണ്ടാക്കുന്നത്. പേഴ്സണലായിട്ട് കാര്യമല്ല. ഇയാൾക്ക് പേഴ്സണൽ സംസാരിക്കാൻ എനിക്കൊന്നുമില്ല. പേഴ്സണലോ? എന്ത് പേഴ്സണൽ? ഞാൻ ഇയാളൊന്നും എന്ത് പേഴ്സണൽ ഉള്ളത്? ഞങ്ങൾ പേഴ്സണലായിട്ട് സംസാരിക്കുന്ന ഈ കാരണകത്താ. അത് വന്ന് ഒളിഞ്ഞു നോക്കിയത് ഇയാളാ. പേഴ്സണൽ ആയിട്ടുള്ള കാര്യം. അതെങ്ങനെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യമാവാം? റോഡ് സൈഡിൽ ഒരു ഭാര്യയും ഭർത്താവും വണ്ടി കൊണ്ടുവന്ന് പാർക്ക് ചെയ്ത് നിൽക്കുമ്പോൾ അതിന്റെ ഉള്ളിൽ വന്ന് അവരെന്താ ചെയ്യുന്നത് എത്തി നോക്കിയും കൊണ്ട് അതെടുത്ത് വലിയ പ്രശ്നമാക്കുന്നതാണോ? പേഴ്സണൽ കൊണ്ടുവന്ന് വള്ളി പിടിച്ചും കൊണ്ട് പറയുന്നത് നമ്മള് പേഴ്സണൽ കാര്യമല്ലേ, നീ എന്റെ കൊച്ചന്റെ മോനല്ലേ, അങ്ങനെയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ശരി, കണ്ടില്ല. ശരി, ആ ചേട്ടനെ ഞാൻ ആ സീറ്റിൽ ഒറ്റക്ക് കണ്ടുവന്നു. എന്താന്ന് ചേട്ടൻ എന്താ സീറ്റിനെ പേടിപ്പിച്ച? നീ എന്താന്ന് കണ്ടത്? ചേട്ടൻ സീറ്റിനെ പേടിപ്പിക്കുന്നതാണോ നീ കണ്ടത്? എന്തെല്ലാം അവരാതാന്ന് വിളിച്ചു പറയുന്നത്. ഈ പെണ്ണിനെ പറയുന്നത് ഇവരെന്താ ചെയ്യുന്നത്? ഈ പെണ്ണ് കണ്ട് കുറച്ച് കഴിയുമ്പോൾ പറയുന്നത് ചേട്ടൻ ആ സീറ്റിൽ ഒറ്റക്ക് ഇരിക്കുന്നത് കണ്ടെന്ന്. നീ എന്താന്ന് കണ്ടത്? ചേട്ടൻ സീറ്റിനെ പേടിപ്പിക്കുന്നതാണോ നീ കണ്ടത്? ഒരു വള്ളി കൊണ്ടെന്ന് തോളത്തിട്ട് പറയുന്നത് നമ്മള് കൊച്ചന്റെ മക്കളല്ലേ, നമ്മളെ ബന്ധം അതല്ലേ, നമ്മള് പേഴ്സണൽ കാര്യമല്ലേ. എന്തൊരു പൊട്ടത്തരാടാ ഇത്. ഈ ജനറേഷനിൽ ഇത്രയും വിവരം കെട്ട ആൾക്കാരുണ്ട്. പൊതുവെ ഈ സദാചാരം പഠിക്കുന്നത് അമ്മാവന്മാരും പോലീസുകാരുമാണ്. ചേച്ചി പ്ലീസ് ദയവേദി ഇങ്ങനെ പൊട്ടത്തരം വളമല്ലേ. നിങ്ങൾ പറയുന്നതിൽ ഒരു ലോജിക്കും ഇല്ല, മനസ്സിലാക്കുക. എന്തായാലും കിട്ടിയത് കിട്ടി. സങ്കടം ഉണ്ടെങ്കിൽ മാറി ഒന്ന് മോയിക്കോ. കൊച്ചു കഴിവേറി ഇവിടെ തന്തകളിരുന്ന് പെണ്ണില്ലാണ്ട് കരയുമ്പോ നീ നിന്റെ 7ാം വയസ്സിൽ പെണ്ണിനെയും കൊണ്ട് നടക്കുന്നല്ലടാ. ഇവന്റെ വീട്ടുകാർ കേൾക്കാൻ വേണ്ടിയാണ് ഞാൻ പറയുന്നത്. ഇവർ രണ്ടാളും കൂടി വീട്ടിലേക്ക് കയറി വരുമ്പോ നിലവിളക്കിന് പകരം 2 കിൻഡർ ജോയ് എടുത്ത് കൊടുക്കുക. അതായിരിക്കും നല്ലത്. കമ്പി വളച്ച് അതിന്റെ ഇടയിൽ തേങ്ങ കുത്തി ഇറക്കി ഉരുട്ടി നടക്കേണ്ട പ്രായത്തിലും പെണ്ണിനെ വളക്കാൻ പോകും. പെണ്ണ് കിട്ടാത്ത തന്തകളെ പ്രാക്ക് കിട്ടി കഴിഞ്ഞാൽ പൊട്ടിത്തെറിക്കോടാ നീ ചത്തുപോകും. ഇവനെ കാണുമ്പോൾ എനിക്ക് ചോട്ടാഭീമിലെ രാജുവിന് ഓർമ്മ വരും. ചോട്ടാഭീമിലെ രാജുവിന്റെ ലുക്കും വെച്ച് ഒരുമാതിരി ഊളത്തരം കാണിക്കല്ല മോനെ. ബൈ ദ വേ ഡുംഡുമോസിന്റെ കൊച്ചുമോളാ ഇത്. പ്രായം വെറും ഒരു നമ്പർ മാത്രം. റിയൽ ലവ് കം ഫ്രം ഹാർട്ട്.
നെഞ്ചത്ത് എന്തിനാ ഇങ്ങനെ തല വെച്ച് കിടക്കുന്നതെന്ന് അറിയോ? കളവനപ്പ തട്ടിപ്പോന്ന് നോക്കിയിരിക്കുന്നു. ഒന്നെങ്കിൽ കളവന്റെ കയ്യിൽ നല്ല പൈസ ഉണ്ട്, അല്ലെങ്കിൽ ഇത് കളവന്റെ കൊച്ചുമോള മരുമോള ഏതെങ്കിലും ഒരു മോളായിരിക്കും. നടക്കൂല മോനെ, ഇതെല്ലാം അൺപോസിബിൾ ആണ്. കളവന് കണ്ണു പോലും തുറക്കാൻ പറ്റുന്നില്ല. കൊച്ചുമോള മോള പ്രായത്തിലുള്ളൊരു പെണ്ണുണ്ട്. എന്നിട്ട് അല്ല ഇതെങ്ങനെയാ മാസക്കൂലിയോ ദിവസക്കൂലിയോ? ആ കളി കണ്ടാ അറിയാം, തട്ടിപ്പോവാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. 9ാം ക്ലാസ്സിലെ പെണ്ണിനെ 20 വയസ്സിലെ ചെക്കൻ പ്രേമിച്ചു. ഇതിലെന്തിനാണ് ഞങ്ങളോട് പറയുന്നത്? ഇതെല്ലാം ഇന്റർവ്യൂ എടുത്തുകൊണ്ട് സമൂഹത്തിന് എന്ത് സന്ദേശമാണ് നിങ്ങൾക്ക് കൊടുക്കാനില്ലത്? എന്താ കണ്ട പിള്ളേരെല്ലാം ഇങ്ങനെ നടക്കണം? ഇതെല്ലാം ആരടാ? ഇതെല്ലാം ആരാന്ന് പോലും എനിക്ക് അറിയില്ല. ഇത് വേർത്ത് ഇങ്ങനെ ഷോർട്സ് അറിയില്ല, അങ്ങനെ എന്തോ ഒരു സുന വന്നതാണ്. അപ്പോഴാണ് ഞാൻ ഇവറ്റകളെ കാണുന്നത്. ഇത് ആരാന്ന് പോലും എനിക്ക് അറിയില്ല. ഇനി ഇവർ ഇന്റർവ്യൂ എടുക്കാൻ ബാക്കിയുള്ളത് എന്നെയും നിങ്ങളെയും മാത്രമായിരിക്കും. ബാക്കിയിൽ ഈ ലോകത്തിലെ എല്ലാ വാണങ്ങളും ഇവർ ഇന്റർവ്യൂ എടുത്ത് കഴിഞ്ഞു. ബൈ ദ വേ, ഐ എം നോട്ട് എ വാണം, യു ആർ ഓൾസോ. കുറെ പീഡന കേസിൽ ഉള്ളിലായ ഒരു ചങ്ങയില്ലേ, ഒറ്റക്കൈ ചങ്ങായി. ആ ചങ്ങയുടെ പേരെന്താന്ന്? മുത്തുകൈ സാമിയ, ഗോവിന്ദചാമി. പുള്ളിനെ എന്തായാലും പെട്ടെന്ന് പോലീസ് പിടിച്ച് ജയിലിട്ടത് നന്നായി. അല്ലെങ്കിൽ അവരെയും കൂടി വെറൈറ്റി മീഡിയ ഇന്റർവ്യൂ എടുക്കുമായിരുന്നു. ടിക്ടോക്കിൽ ഡുവറ്റ് ആക്റ്റീവ് ആക്സസ് അങ്ങനെ എന്തോ അടിച്ച് അങ്ങനെയാണ് ഇവർ സെറ്റ് ആയതെന്നാ പറയുന്നത്. ഇനി ഞങ്ങളെന്താ വേണ്ടത്? ഇതെന്തിനാണ് ഞങ്ങളോട് പറയുന്നത്? ഇവരാരാന്ന്? ഫേമസ് സെലിബ്രിറ്റീസാ മറ്റാന്നാ ഇങ്ങനെ ഇന്റർവ്യൂ എടുക്കാൻ വേണ്ടി? എനിക്കും കൂടി ഒരു ഇന്റർവ്യൂ. ഞാൻ ആരുമല്ല, എന്നാലും എനിക്ക് വെറുതെ ഒരു ഇന്റർവ്യൂ താ. ഇതെല്ലാം ഏത് പ്ലാനറ്റിലാണ് നടക്കുന്നത്? ഇപ്പൊ ബാഗി ജീൻസും തക്കാളി പാന്റും പോലെ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന സാധനമാണ്. സ്കൂളിൽ പഠിക്കരുത്, കല്യാണം കളിക്കുക. ലൂക്ക് ബൈക്കും വേണം, ചക്കനൊരു കണ്ണാപ്പി ആയിരിക്കണം. എന്നാൽ നിങ്ങൾക്ക് കിട്ടും പെണ്ണ്. നിങ്ങൾക്ക് പ്രത്യേകിച്ച് ദുശീലൊന്നും ഇല്ല, നല്ലൊരാളാണ് എന്നാൽ നാട്ടുകാർ പറയും നിങ്ങളെ മൊണ്ണാന്ന്. 90% ഗേൾസിന് വേണ്ടത് ബാഡ് ബോയ് തന്നെയാണ്, ബാഡ് ബോയ്. കുറച്ച് ദിവസം കഴിയുമായിരിക്കും ഇവന്മാരെ ശരിയായ സ്വഭാവം ഇവർ മനസ്സിലാക്കുന്നത്. എന്നിട്ട് ഇവര് ബ്രേക്കപ്പ് എന്നും പറഞ്ഞ എവിടെയെങ്കിലും മോങ്ങി തെറ്റിയിരിക്കും. ഈ ബാഡ് ബോയ്സിന്റെ ബാക്കിൽ പോയി ചില ഗേൾസ് അടിക്കുന്ന ഡയലോഗ് ഉണ്ട്. അവനും ഞാൻ ചേഞ്ച് ആക്കി എടുക്കുന്നൊക്കെ പറയും. കുറച്ച് ദിവസം കഴിയുമ്പോൾ അവന്റെ അടിയും കൊണ്ട് മോങ്ങി എവിടെയെങ്കിലും കുത്തിയിരിക്കും. അമ്മ എനിക്ക് നിങ്ങളുടെ അടുത്തൊരു കാര്യം പറയുന്നുണ്ട്. ഇന്ന് അമ്പലത്തിൽ പോയപ്പോഴേ ഒരു പെൺപിള്ളേരെ പോയി വായി നോക്കാൻ നിങ്ങളുടെ മരുമോള് വിട്ടിട്ടില്ലമ്മ. പെൺപിള്ളേരെ വായി നോക്കാൻ വേണ്ടി മരുമോളെ വിട്ടിട്ടില്ല. വേർന്ന് കെട്ടിയെടുക്കുന്ന ഇവൻ. ഇവനല്ല ഏത് യൂണിവേഴ്സിലാണ് ജീവിക്കുന്നത്? 2018 ഒരു ബസ്സും പിടിച്ച് വാ, ഞാൻ വണ്ടിക്കൂലി തരാം. വായി നോക്കി നടക്കാനാണെങ്കിൽ പിന്നെ എന്തിനാണ് നീ കല്യാണം കഴിച്ചത്? അമ്മ നിങ്ങളെ മരുമോളെന്നെ വായി നോക്കാൻ വിടുന്നില്ല അമ്മ. എന്നാ പിന്നെ എന്തിനാടാ പോകാൻ നീ കല്യാണം കഴിച്ചത്? ബ്രദർ, ഇൻസ്റ്റാഗ്രാമം തുറന്നു കഴിഞ്ഞാൽ എന്തെല്ലാനാ കാണേണ്ടി വരുന്നത്? കൊല്ല് കണ്ണും കുത്തി പൊട്ടിച്ചോ. അതായിരിക്കും അവരാധം കാണുന്നതിനേക്കാളും നല്ലത്. ഇതെല്ലാം കണ്ടു കഴിഞ്ഞാൽ സ്ക്രിപ്റ്റ് ആണെന്ന് ആരും പറയില്ല. അത്രക്ക് റിയലിസ്റ്റിക് ആയിട്ടുണ്ട്. ഞാൻ വായി നോക്കി എന്നെ നോക്കി ചിരിക്കുക. എന്നാ പിന്നെ പെമ്പിള്ളർ നിന്നെ നോക്കി ആർത്തത്തിലായിരിക്കൂല ചിരിച്ചത്. ഇജാതി പൊട്ടൻ ജോക്കർ എന്നും പറഞ്ഞായിരിക്കും അവര് ചിരിച്ചത്. ഒരിക്കൽ മാത്രം ഉണ്ടാവേണ്ട ഒരു കാര്യമാണ് വിവാഹം. ആ സന്തോഷവും അതിന്റെ പവിത്രതയും. ഇതെല്ലാം കണ്ടപ്പോൾ ബിരിയാണി കഴിക്കാൻ വേണ്ടി കല്യാണം കഴിച്ചതിന്റെ ചങ്കിനെ ഞാൻ ഓർത്തുപോയി. നിങ്ങൾക്ക് പെണ്ണ് കിട്ടുന്നില്ലെന്നും പറഞ്ഞ് നിങ്ങൾ ഡിപ്രഷൻ അടിച്ചിരിക്കുന്ന ഒരാളാണോ? എന്നാ പിന്നെ EMI ഇട്ടൊരു ബൈക്ക് എടുക്കണം മോനെ. കുറെ വാണങ്ങൾ 2-3 കല്യാണം കഴിച്ചിട്ടുണ്ട് ഒരു ബൈക്കും കൊണ്ട്. കലിപ്പന്റെ കാന്താരി എന്നെല്ലാം പറഞ്ഞത് പണ്ടത്തെ സാധനമല്ല, ഇപ്പോഴും അതൊരു ട്രെൻഡിങ് ആയിട്ടുള്ള സാധനമാണ്. ഈ ജനറേഷനിൽ ഇജാതി ഊമ്പത്തരം കണ്ട് കോപ്പി അടിക്കാൻ നിൽക്കാൻ പാടില്ല. എങ്ങനെയെങ്കിലും പണിയെടുത്ത് രക്ഷപ്പെടാൻ നോക്കും. ഈ വീഡിയോ ഫുള്ള് കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്ത ആൾക്കാരുടെ തലയിൽ കാക്ക തൂറി ഇടുവാണ്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ ഓക്കെ, ബൈ.